ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും സുഖമായിട്ട് ഇരിക്കണം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു 500 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമുള്ളവർക്ക് അല്ലെങ്കിൽ യൂട്യൂബും കൂടി ഉണ്ടെങ്കിൽ നല്ലത്, അങ്ങനെയുള്ളവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. യെസ്, പറ്റും, ഓഫ് കോഴ്സ് പറ്റും. ലൈക്ക് വലിയ എമൗണ്ടുകളൊന്നുമല്ല ഞാൻ പറയണത്. ഒരു 5000 താഴെ വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കണ സമയത്ത് നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ടോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഒക്കെ മേടിക്കാനുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പലരുടെയും ഫോൾസ് നോഷൻ ആണ് ലൈക്ക് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ വെറും അട്ടർ വേസ്റ്റ് ആണ്. അല്ല, നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് ഗൈസ്. ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല. തപ്പിച്ചി ചികഞ്ഞ് തന്നെ ഇതൊക്കെ അറിയേണ്ടി വരും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 500 ഫോളോവേഴ്സ് ഇല്ല എന്ന് വിചാരിക്കും. മിനിമം അത്രയെങ്കിലും വേണം. 500 ഫോളോവേഴ്സ് ഇല്ല, പക്ഷെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നല്ല റീച്ച് ഉള്ള വീഡിയോസ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഓഫ് കോഴ്സ് നന്നായിട്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. കോളേജ് കഴിഞ്ഞ് ഞാൻ നാളേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ പോക്കറ്റ് മണിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് പുതിയ ഉടുപ്പുകൾ വരുന്നുണ്ടല്ലോ. വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ ചില്ലറ പരിപാടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഉടുപ്പുകളൊക്കെ കോസ്മെറ്റിക്സ് ഒക്കെ നമ്മൾ മേടിക്കുന്നത്. അപ്പൊ വേറെ ഒന്നുമല്ല, രണ്ട് ആപ്പാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. വൈറൽ പിച്ചും ബിഗ് ബാങ് എന്നും പറയും. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ രണ്ട് ആപ്പുകളും. വൈറൽ പിച്ചിന്റെ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്നല്ല, ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോമിൽ അപ്ലൈ ചെയ്യുക. വൈറൽ പിച്ച് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്റർഫേസ് വരും. അതിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ അതില് നമുക്ക് കാണാം ഇഷ്ടം പോലെ. ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബാർട്ടർ കൊളാബ്സ് എന്നാണ് ഇതിനെ പറയാം. പെയ്ഡ് കൊളാബ്സ് അല്ല, വാട്ടർ കൊളാബ്സ്. അതായത് നമ്മളിപ്പോ വീട്ടിൽ ഒരു മിക്സിയോ മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഓഫേഴ്സ് വരുമ്പോൾ നിങ്ങൾ മേടിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒരു മിക്സി മേടിക്കുകയാണെങ്കിൽ ഒരു 7000 രൂപയൊക്കെ ആവും. ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഉള്ളിൽ ഇത് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓഫേഴ്സ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ലൈവ് ക്യാമ്പയിൻസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു മിക്സി ഒക്കെ 8000 റുപ്പീസിന്റെ മിക്സി ആണെങ്കിൽ നിങ്ങൾ ഈ സംഭവം മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ അല്ലെങ്കിൽ ആമസോണിൽ റിവ്യൂ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയണ ദിവസത്തിനുള്ളിൽ റിവ്യൂ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞ് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഇംപ്രൂവ്മെന്റ് അതായത് പൈസ തിരിച്ച് കിട്ടില്ല. 50% ഓഫാണ് ഇവര് മിക്ക പ്രൊഡക്ട്സിലും പറയാറുള്ളത്. പ്രൊഡക്റ്റ് നമ്മൾ പൈസ കൊടുത്ത് ആദ്യം ഇനീഷ്യലി ഫുൾ പൈസ കൊടുത്തിട്ട് വാങ്ങുക. ഇങ്ങനെ ലൈവ് റിവ്യൂ ചിലപ്പോൾ 30 to 40 വേർഡ്സ് അങ്ങനെ ചിലപ്പോൾ അവര് അതിൽ ഡു ആൻഡ് ഡോൺസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പകുതി എമൗണ്ട് തിരിച്ചു കിട്ടും. അപ്പൊ വീട്ടു സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോപ്പ്, ഷവർ ജെല്ല്, കോൾഗേറ്റ്, മൗത്ത് ഫ്രഷ്നർ, അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഈ ലൈവ് ക്യാമ്പയിൻസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്ന ആപ്പ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ബിഗ് ബാങ് ആണ്. ബിഗ് ബാങ്ക് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് ഗൈസ്. അതായത് ബിഗ് ബാങ്കിന്റെ പ്ലേ സ്റ്റോറിൽ നമുക്ക് കിട്ടും. ഇതാണ് ആപ്പ്. അപ്പൊ ഇതില് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കുക. കയറുമ്പോൾ തന്നെ പ്രൊഫൈലില് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അവിടെ കൊടുക്കുക. പിന്നെ യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബ് ലിങ്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് നമ്മുടെ പ്രിഫറൻസസ് ഏതൊക്കെ പ്രിഫറൻസ് ആണ് വേണ്ടതെന്നുള്ളത് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ടില്ലേ, ഓപ്പൺ ചെയ്ത് വരുമ്പോ ഇങ്ങനെ മെയിൽ ഫീമെയിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ജിമെയിൽ, ഫോൺ നമ്പർ അങ്ങനെയൊക്കെ ചോദിക്കും. അതൊക്കെ ഫില്ല് ചെയ്യുക. ലാംഗ്വേജസ് നിങ്ങൾ കറക്റ്റ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാ വേണ്ട പ്രിഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റ്സ് അനുസരിച്ച് അത് കഴിഞ്ഞ് പിന്നെ നേരെ താഴത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രിഫറൻസുകൾ ജസ്റ്റ് ചൂസ് ചെയ്യുക. വ്ളോഗിങ്, ഡാൻസിങ്, അങ്ങനെ ഇഷ്ടം പോലെ എന്റർടൈൻമെന്റ് പർപ്പസ്, ബ്യൂട്ടി, അങ്ങനത്തെ ഇഷ്ടം പോലെ ഇതുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഞാൻ ഇതൊക്കെയാണ് കൊടുത്തേക്കണേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഓൾറെഡി പ്രൊഫൈൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് H&M അങ്ങനെ ഇഷ്ടം പോലെ ബ്രാൻഡുകളുണ്ട്. ചിലത്തിൽ അവര് പൈസ സജസ്റ്റ് ചെയ്യും ഇത്രയാണെന്നുള്ളത്. ചിലതിൽ നമുക്ക് തന്നെ നമ്മുടെ ബേസിക് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇതിൽ കാണുന്ന പോലെ. അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അവര് തിരിച്ച് ഇമെയിലേക്ക് അയക്കും, അല്ലെങ്കിൽ ആ ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അതിൽ എലിജിബിൾ ആണോ ഇല്ല എന്നുള്ളത്. എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ഡെലിവറബിൾസ് എന്താണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ അതേപോലെ ചെയ്യാം. അപ്പൊ അത്രയുള്ള പരിപാടി. എനിക്ക് കൂടുതൽ വൈറൽ പിച്ചിനേക്കാളും ഇഷ്ടം ഈ ബിഗ് ബാങ് ആണ്. എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. ഞാൻ കുറച്ചും കൂടി കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇതാണ് കേട്ടോ. മിക്കതും അതിൽ വരുന്നത് ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് ആണ്. പക്ഷെ എനിക്ക് അത്ര ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് യാതൊരു താല്പര്യമുള്ള കൂട്ടത്തിലല്ല. കാരണം ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട് ഗൈസ്. ഇപ്പൊ ഭയങ്കര ആൾക്കാരെ കൺഫ്യൂസിങ് ആണ്. എന്താ നല്ലതെന്ന് ഇപ്പൊ ആർക്കും ഒരു ധാരണയില്ല. മാക്സിമം ഞാനിങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വല്ല ആയുർവേദിക് ആയിട്ടുള്ള പൊടികളില്ലേ, നെല്ലിക്കപ്പൊടി, അങ്ങനെ ഫേസ് വാഷിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടികളാണ് ഞാൻ മാക്സിമം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാറ്. അല്ലാണ്ട് ചറപറാന്നൊന്നും ഞാൻ കൊളാപ്സ് ചെയ്യാറില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇനീഷ്യൽ ഒരു 500 ഒക്കെ നമുക്ക് വാങ്ങാം.
ഞാൻ ആദ്യം ഇനീഷ്യലി 500 ആണ് ഏറ്റവും ബേസ് എമൗണ്ട്, അത് വാങ്ങാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി, നിങ്ങൾക്ക് വീഡിയോ പ്രസന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് കൂടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ല എമൗണ്ട് ഒക്കെ വാങ്ങാം. അതായത് 2500 5000 ഒക്കെ വരെ വാങ്ങാൻ ഇഷ്ടം ആൾക്കാരുണ്ടാവും. പിന്നെ നല്ല ഒരു സ്റ്റോറി പോലെയൊക്കെ ഒരു ആഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ടുകളൊക്കെ വാങ്ങും. 500 മിനിമം നിങ്ങൾക്ക് കിട്ടും ഗൈസ് ഇതിനുള്ളിൽ നിന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ മെയിൻ ആയിട്ട് പൈസ ഉണ്ടാക്കാറ്. പിന്നെ വേറെ അല്ലറച്ചില്ലറ പണികളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളാവുമ്പോ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എങ്ങനെയാണ് ഇത് കിട്ടണമെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ നിന്ന് പൈസ കിട്ടുന്നുള്ളത്. പക്ഷെ ഏതാണ് പ്ലാറ്റ്ഫോം, എങ്ങനെയാണ് ഒരു ബട്ടർ കൊളാബ് സ്റ്റാർട്ട് ചെയ്യുക, എത്രയാണ് വാങ്ങിക്കുക എന്നുള്ളത് ആരും പറയൂല, അത് ഡിസ്കസ് ചെയ്യൂല. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ കൊളാബ്സ് എടുക്കുമ്പോൾ ചറ പറ എന്ന് പറഞ്ഞിട്ട് എടുക്കരുത് ഗൈസ്. നിങ്ങൾ നോക്കി നല്ല പ്രൊഡക്റ്റ് ആണ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ അടുത്ത് പറയാം. നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യരുത്. അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കൂ എന്ന് പറയണതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ തന്നെ യൂസ് ചെയ്ത് നോക്കുക, നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടോന്ന് അതിന് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഫോളോവേഴ്സിന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് കുറച്ച് ഒരു പോക്കറ്റ് മണി ഇതിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റട്ടെ. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും അധികം കൊളാബ് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഞാൻ പ്രോഡക്ട്സ് എടുക്കുക. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വളരാത്തെ. ചറ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊളാബ്സ് ഒന്നും എടുക്കാറില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. സോ ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, പ്ലാറ്റ്ഫോംസ് യൂട്ടിലൈസ് ചെയ്യുക, കുഞ്ഞു പൈസകളൊക്കെ ഏൺ ചെയ്യുക. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് A to Z കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ്സിൽ അറിയിക്കുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്.